ഹായ് എവരിവൺ, വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കലണ്ടർ ബേസിക്സിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോയി നോക്കാം. ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഫൈൻഡിങ് ദ ഡേ ഓഫ് ദ വീക്ക് ഫോർ എനി ഡേറ്റ്. നമുക്ക് ഒരു ഡേറ്റ് തന്നു, അത് ഏത് ദിവസമാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ട്രിക്കാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഫോർമുല എന്താണെന്ന് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഫോർമുല. എന്താണ്? ടോട്ടൽ ഈസ് ഈക്വൽ ടു സെഞ്ചുറി കോഡ് പ്ലസ് ഇയർ കോഡ് പ്ലസ് മന്ത് കോഡ് പ്ലസ് ഡേറ്റ് കോഡ്. അതാണ് ടോട്ടൽ ഓഡ് ഡേയ്സ്. അതിനുള്ള കോഡാണ് സെഞ്ചുറി കോഡ്, ഇയർ കോഡ്, മന്ത് കോഡ് പ്ലസ് ഡേറ്റ് കോഡ്. ഇത്രയും ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യും? ടോട്ടലായിട്ടുള്ള ഓഡ് ഡേയ്സിൻ്റെ എണ്ണം കിട്ടും. അതിനാണ് നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്തത് എന്താണ് കൊടുത്തിട്ടുള്ളത്? ഡേ ഓഫ് ദ വീക്ക് മാപ്പിംഗ്. അത് നമ്മൾ ഓൾറെഡി നോക്കിയ കാര്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ. അതായത് സൺഡേക്ക് എന്താണ്? 0, മൺഡേക്ക് 1, ട്യൂസ്ഡേ എന്ന് പറയുമ്പോൾ 2, വെനസ്ഡേ എന്ന് പറയുമ്പോൾ 3, തേഴ്സ്ഡേ എന്ന് പറയുമ്പോൾ 4, ഫ്രൈഡേ 5, സാറ്റർഡേ 6. ഇത് ഓൾറെഡി നമ്മൾ നോക്കിയ കാര്യമാണ്. ഇതിൽ പ്രത്യേകിച്ചും വേറെ ഒന്നും നമുക്ക് പഠിക്കാനില്ല. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? സെഞ്ചുറി കോഡ്. നമ്മൾ ഓൾറെഡി നോക്കി സെഞ്ചുറി ഇയർ ഏതൊക്കെയാണ്. അപ്പോൾ അതിലുണ്ടാകുന്ന കോഡ്, അതായത് ഓഡ് ഡേയ്സിൻ്റെ എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1600 0, പിന്നെ അതേപോലെ തന്നെ 1700 എത്രയാണ് വരിക? 4, 1800 2, 1900 0, അതേപോലെ തന്നെ 2000 6. ഇത് നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. ഇത് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ഡേറ്റും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഡേറ്റും ഏത് ദിവസമാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? മന്ത് കോഡ്. ഓരോ മാസങ്ങൾക്ക് ഓരോ കോഡുണ്ട്. അത് നമുക്ക് നോക്കാം. ജനുവരിക്ക് എന്താണ്? 0, ഫെബ്രുവരി 3, മാർച്ച് 3, അതേപോലെ തന്നെ ഏപ്രിൽ 6, മെയ് 1, ജൂൺ 4, അതേപോലെ തന്നെ ജൂലൈ 6, ഓഗസ്റ്റ് 2, സെപ്റ്റംബർ 5, ഒക്ടോബർ 0, നവംബർ 3, ഡിസംബർ 5. ഇതങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. നമ്മൾ ഫോൺ നമ്പറൊക്കെ സാധാരണ നമ്മുടെ പഠിച്ചു വെക്കുന്നല്ലേ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ ഫോൺ നമ്പർ പഠിച്ചു വെക്കുന്നില്ലേ? അതേപോലെ നമുക്കിതൊന്ന് പഠിച്ചു വെച്ചാലോ? ഫസ്റ്റ് എന്താണ്? 03361. അതൊരു സെറ്റായിട്ട് പഠിക്കുക. 03361. അത് കഴിഞ്ഞിട്ട് 4625, 035 035. ഇങ്ങനെ പഠിച്ചാൽ പോരെ? 03361, 4625 035. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനിൽ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇത് എഴുതുക എക്സാമിന്. അത് കഴിഞ്ഞിട്ട് ജനുവരി ഫെബ്രുവരി കൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ മാസത്തിൻ്റെയും ഇത് കണ്ടുപിടിക്കാം, കോഡ് കണ്ടുപിടിക്കാം. ഈ കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ്? ഇയർ കോഡ് കാൽക്കുലേഷൻ. ഇയർ കോഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അതിനുള്ള സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ? ടേക്ക് ദ ലാസ്റ്റ് 2 ഡിജിറ്റ് ഓഫ് ദി ഇയർ. അതായത് ഇയറിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഡിവൈഡ് ബൈ 4. റിമൈൻഡർ നമ്മൾ കൺസെപ്റ്റ് എടുക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് ആഡ് ബോത്ത് വാല്യൂസ് ടുഗദർ. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. 1997. ടേക്ക് ദ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഇതല്ലേ 97. അപ്പോൾ 97 പ്ലസ് എന്ത് ചെയ്യണം? 97 ഡിവൈഡഡ് ബൈ 4. ഇതാണ് നമ്മുടെ ഇയർ കോഡ് വരിക. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള 3 പോയിൻ്റായിട്ട്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് എന്താ നോക്കാം. അടുത്ത സ്ലൈഡിൽ ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട്.
നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടെ ഓൾറെഡി സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ഈ സൈഡിലൊന്ന് സോൾവ് ചെയ്യാം ഇതെങ്ങനെയാണ് വരുന്നതെന്ന്. ഫസ്റ്റ് എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്? ഫൈൻഡ് ദ ഡേ ഓൺ 26th ജനുവരി എപ്പം 2004 ജനുവരി 26 ഏത് ദിവസമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് സെഞ്ചുറി കോഡ് ഫസ്റ്റ് നോക്കാം. സെഞ്ചുറി കോഡ് എത്രയാണ് വരിക? 2000 അല്ല സെഞ്ചുറി. 2000 സെഞ്ചുറിയിൽ നമ്മൾ ഓൾറെഡി ആ ടേബിളിൽ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 6 അല്ലേ? 6 വരും. അത് കഴിഞ്ഞിട്ട് ഇയർ കോഡ് കണ്ടുപിടിക്കണം. ഇയർ കോഡ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് എടുക്കണം. അതെത്രയാണ്? 4 04 എടുക്കാം. പ്ലസ് ലാസ്റ്റ് 2 ഡിജിറ്റിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തത് ആഡ് ചെയ്യണം. അതെത്രയാണ്? 04 ഡിവൈഡ് ബൈ 4. ഇതെത്രയാണ്? 4 + 1 5. 5 വരുന്നത്. ഇയർ കോഡ് 5. ഇനി അടുത്തത് എന്താ വേണ്ടേ? മന്ത് കോഡ്. മന്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ജനുവരി 0 നമുക്കറിയാലോ. 03361 അല്ലേ? അപ്പോൾ 0 ഫസ്റ്റ് ജനുവരി ആയതുകൊണ്ട് 0. അപ്പോൾ മന്ത് കോഡ് എന്തായി? 0. അത് കഴിഞ്ഞ് അടുത്തത് എന്താ കണ്ടുപിടിക്കണ്ടേ? ഡേറ്റ് നമുക്ക് ഓൾറെഡി അതേപോലെ തന്നെ എഴുതാം. ഡേറ്റ് എത്രയാണ് വരുന്നത്? 26 അല്ലേ? ഇനി നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്യണം. അന്നേരം ടോട്ടൽ ഓഡ് ഡേയ്സ് നമുക്ക് കിട്ടും. ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? 6 6 12. 12 + 20 എന്ന് പറയുമ്പോൾ എത്രയാണ്? 32. 32 + 5 എന്ന് പറയുമ്പോൾ 37. അപ്പോൾ ടോട്ടൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ട്? 37 കിട്ടി. ഈ ടോട്ടലിനെ നമ്മൾ എന്ത് ചെയ്യണം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് നോക്കാം. 37 ഡിവൈഡഡ് ബൈ 7. 7നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 7 7 14 3 21 4 28 5 35. 35 കിട്ടി. റിമൈൻഡർ എത്ര വരിക? 37 5 പോയിട്ടുണ്ടെങ്കിൽ 2. അപ്പോൾ റിമൈൻഡർ 2 കിട്ടി. നമ്മൾ ഓൾറെഡി ഓരോ ദിവസത്തിന് ഓരോ നമ്പർ അസൈൻ ചെയ്തിട്ടില്ലേ? അതായത് സൺഡേ 0, മൺഡേ 1, ട്യൂസ്ഡേ 2. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പം ജനുവരി 26 2004 എന്ന് പറയുമ്പോൾ എന്താണ്? ട്യൂസ്ഡേ ആണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിൽ എന്താ കൊടുത്തതെന്ന് നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താ? ഫൈൻഡിങ് ദ ലീപ്പ് ഇയർ ക്വിക്ക്ലി. എങ്ങനെ നമുക്ക് ലീപ്പ് ഇയർ കണ്ടുപിടിക്കാം? നമ്മൾ ഓൾറെഡി ലീപ്പ് ഇയർ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പഠിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? ലീപ്പ് ഇയറിനെ നമ്മൾ ഒരു ഇയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. പിന്നെ അതേപോലെ തന്നെ സെഞ്ചുറി ഇയർ ആണെങ്കിൽ അതിന് 400നെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഡിവിസിബിൾ ബൈ 4 ലീപ്പ് ഇയർ. അതായത് ഒരു വർഷം 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ലീപ്പ് ഇയർ ആണ്. സെഞ്ചുറി ഇയർ മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ 400. അതായത് സെഞ്ചുറി ഇയർ ലീപ്പ് ഇയർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ 400 കൊണ്ട് ഡിവിസിബിൾ ആവണം. അതാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. 2024 എങ്ങനെയാ? ഡിവിസിബിൾ ബൈ 4 ആണ്. അതുകൊണ്ട് അതൊരു ലീപ്പ് ഇയർ ആണ്. പിന്നെ അതേപോലെ തന്നെ 2000 നോക്കുമ്പോൾ ഡിവിസിബിൾ ബൈ 400 ആണ്. കാരണം ഇത് സെഞ്ചുറി ഇയർ ആണല്ലോ. അന്നേരം അതും ലീപ്പ് ഇയർ ആണ്. പിന്നെ 1900 നോട്ട് എ ലീപ്പ് ഇയർ. കാരണം എന്താണ്? 400നെ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ സ്ലൈഡിൽ. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. അടുത്ത സ്ലൈഡിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡിങ് ദ സെയിം കലണ്ടർ ഇയർ. അതായത് കലണ്ടർ റിപ്പീറ്റ് ചെയ്യും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള നോക്കാം. ചിലപ്പം ചോദിക്കും, ഇപ്പം 2025 കലണ്ടർ ഇനി എപ്പോഴാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? അതേ പാറ്റേണിൽ എല്ലാ മാസങ്ങളും വരുന്നത് എപ്പോഴായിരിക്കും എന്നാണ് ചോദിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. ഈഫ് എ ലീപ്പ് ഇയർ ആഡ് 28 ഇയർ
അതായത് ഇപ്പം നമ്മൾ തന്നിട്ടുള്ള വർഷം ലീപ്പ് ഇയർ ആണെങ്കിൽ അതിൻ്റെ കൂടെ 28 വർഷം ആഡ് ചെയ്യണം. 28 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? അടുത്ത റിപ്പീറ്റ് ചെയ്യുന്ന ഇയർ നമുക്ക് കിട്ടും. ലീപ്പ് ഇയർ ആണെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് അടുത്തത് എന്താണ് കൊടുത്തിട്ടുള്ളത്? ഇഫ് എ നോൺ ലീപ്പ് ഇയർ ഹാഡ് 6 or 11. അതായത് ലീപ്പ് ഇയർ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? 6നെ കൊണ്ട് ആഡ് ചെയ്യുക, 11നെ കൊണ്ട് ആഡ് ചെയ്യുക. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മുടെ ആൻസർ ഓപ്ഷൻ കൊടുത്തതനുസരിച്ച്. അപ്പം നമുക്ക് അതിനുള്ള എക്സാമ്പിൾ നോക്കി നോക്കാം. 2023 will have the same calendar as 2029 and 2034. ഇതെന്താണ് പറയുന്നത്? 2023 ഏതാ വർഷം? എന്താണ് വരുന്നത്? ലീപ്പ് ഇയർ ആണോ നോൺ ലീപ്പ് ഇയർ ആണോ? ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ 4നെ കൊണ്ട് ഡിവിസിബിൾ ആവണം. ഇവിടെ 4നെ കൊണ്ട് ഡിവിസിബിൾ ആവോ? അല്ല. അപ്പോൾ 2023 എന്താണ്? നോൺ ലീപ്പ് ഇയർ. നോൺ ലീപ്പ് ഇയർ ആണെങ്കിൽ നമ്മൾ എന്താണ്? 6ഓ 11ഓ ആഡ് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് 6 ആഡ് ചെയ്ത് നോക്കാം. 3 6 9 22 20. അപ്പോൾ 2029 2023 സെയിം കലണ്ടർ ആയിരിക്കും. അതേപോലെ തന്നെ 11 നമുക്ക് ആഡ് ചെയ്യാം. എന്നാൽ 11 ആഡ് ചെയ്ത് നോക്കാം. 11 ആഡ് ചെയ്യുമ്പോൾ 4 3 20. 2034 2023 സെയിം കലണ്ടർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു കേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് 2024 ഡിവിസിബിൾ ബൈ 4 ആണല്ലോ. നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം. ഡിവിസിബിൾ ബൈ 4 എന്ന് പറയുമ്പോൾ എന്താണ്? ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ ആകുമ്പോൾ നമ്മൾ എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? 28 വർഷം നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ നോക്കി നോക്കാം. 20 24 പ്ലസ് 28 അല്ലേ? 28 ആഡ് ചെയ്യുമ്പോൾ 8ഉം 4ഉം എന്ന് പറയുമ്പോൾ 12. ശിഷ്ടം 1 2 2 4 5 20. അപ്പം എത്രയാണ് കിട്ടിയത്? 2052. 2052 2024 സെയിം കലണ്ടർ ആയിരിക്കും. ഇത്രയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ കൺസെപ്റ്റൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയും നോക്കുന്നുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത്? ഇപ്പം പഠിച്ച കൺസെപ്റ്റൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. എക്സാമിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.